എന്തിനാണ്? നിങ്ങൾ ചൊവ്വായിരുന്നാ? നിങ്ങൾ ആരെ സ്നേഹിച്ചിട്ടില്ലേ? എന്റെ വാപ്പ ഇരിക്കവേ ഞാൻ ഒരു ഭർത്താവില്ലാത്തപ്പോഴാണ് ഒരാളെ സ്നേഹിച്ചെടുത്തത്. പഠിക്കുന്ന കാലത്ത് എല്ലാ കുട്ടികൾക്കും ചിലപ്പോൾ സ്നേഹവും ഇഷ്ടങ്ങളൊക്കെ വരും. ഞാൻ വേറെ ആരെയും പ്രേമിച്ചിട്ടില്ല, വേറെ ആരെയും എന്നെ തിരക്കി വന്നിട്ടില്ല വീട്ടില്. എൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ നല്ലോളായിരുന്നാ? ചെപ്പീനാന്റെയും രായമ്മേന്റെയും കൂടെ കയറ്റി വിടണെന്തിന് എന്റെ കുട്ടീനാ? കിടക്കപ്പ നിന്റെ മോൻ വന്നപ്പോ അവക്ക് പൊള്ളി. മോള് മാപ്പിളയിലൂടെ കഴിഞ്ഞൂടാ, ഉമ്മാക്ക് മാപ്പിളയിലൂടെ കഴിയാ. വ്യക്തിവൈരാഗ്യങ്ങള് നിന്നെ വെച്ചിട്ടുണ്ട് ഷാഹിദ. ഞാൻ നിന്നെ വെറുതെ വിടൂല ഞാൻ. നീ നോക്കിക്കോ. നീ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ട് നീ എന്തൊരു പൊലമ്പണ അടങ്ങടി. പ്രായം 19-55 വയസ്സായാലും ഇതുവരെ തീർന്നില്ലേ നിന്റെ മറ്റത്? മസ്റൂറ വന്നിട്ടുണ്ടായിരുന്നു. മസ്റൂറയെ നിരന്തരം ഇരുന്നു കൊണ്ട് അപമാനിക്കുന്ന ഒരു രീതിക്കെതിരെ സംസാരിക്കാൻ വേണ്ടി മോള് തന്നെ വന്നിട്ടുണ്ട്. 10 വയസ്സുകാരി കുട്ടിയെ കൊണ്ട് ഇമാതിരി ചെയ്യിപ്പിക്കുന്നത് കഷ്ടമാണ്. ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം പറഞ്ഞു, കേൾക്കുന്നില്ല. നാട്ടുകാരും ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ രണ്ടും കൊടുത്ത പരാതിയിൽ മേല് മോളുടെ വാദം കേട്ടിട്ടുണ്ട്, ഇല്ലേ? മോളുടെ ഭാഗം കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നടപടി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നേരിട്ട് അവരുമായിട്ട് സംസാരിച്ചതാണ്. പിന്നെ നുണ പറയാനായിട്ട് നിൽക്കണ്ട, നിന്നെ വിളിച്ച് കർശനമായിട്ട് വിലക്കിയിട്ടുണ്ട്. ഇനി മേലിൽ കുട്ടിയുടെ കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് നെജിലയെ കർശനമായി വിലക്കിയിട്ടുണ്ട്. ഉണ്ടോ മോളെ? അങ്ങനെ പറഞ്ഞിട്ടില്ലേ? പക്ഷെ എന്നാലും അവളൊരു വാശിയുടെ പുറത്ത് എന്തിനാന്ന് മക്കളെ പേരില് വാശി എന്തിനാണ്? സ്വന്തം മോളല്ലേ, മോളെ എന്തിനാ ഇതിൽ വലിച്ചിഴക്കുന്ന? കുട്ടി പഠിക്കട്ടെ. നിനക്ക് ആവശ്യമുള്ള സമയത്ത് കുട്ടീനെ കാണാം, സംസാരിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിലൊന്നും ആരും ഒരു തടസ്സവും പറഞ്ഞിട്ടില്ല. പിന്നെ നീ പറയുന്നത് പോലെ അല്ല നെജില ആ പറയുന്നവനെ കൊണ്ട് പറയിക്കുന്നത്. അവൻ ഇതിനകത്ത് യാതൊരു റൈറ്റ്സും ഇല്ലാത്ത കാര്യമാണ്. അവൻ നിന്റെ കെട്ടിയവനാണ്, നിന്റെ കാര്യങ്ങൾ പറയട്ടില്ല. നിന്റെ മൂത്ത മോള് ആ കുട്ടിയുടെ വാപ്പ ജീവിച്ചിരിക്കുകയും ചെയ്യുമ്പോ ഈ പോക്കൃത്തരം പറയണ ഒരിക്കലും ശരിയായ നടപടിയല്ല. ഇനി അതേപോലെ തന്നെ ഇപ്പൊ റഹീമിന് DNA എടുത്തേ നിന്നെ കൊണ്ട് പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെയും ചെയ്യാം. പക്ഷെ ഇതിൽ സ്വയം നാറുകയാണെന്നുള്ള ബോധമെങ്കിലും നിനക്ക് വേണം. ആ കുട്ടിയുടെ ലൈഫ് വെച്ച് റിസ്ക് കളിക്കാതെ, അതിനെ കൊണ്ട് ഇങ്ങനെ ഉപദ്രവിപ്പിക്കാതെ നീ നിന്റെ ജോലി നോക്കാൻ നോക്കും. പഠിക്കാനുള്ള കുട്ടിക്കുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാതെ ദേഷ്യവും ഒക്കെ പരസ്പരം നിങ്ങൾ ഉമ്മയും മോളും വേണമെങ്കിൽ ഞങ്ങളെ നെഞ്ചത്ത് കയറിക്കോ. അതെ, നീ വേണമെങ്കിൽ എന്നെ കുറെ തെറി വിളിച്ചു, ചെട്ടാലിന്നോ പുട്ടാലിന്നോ എന്നെ വിളിച്ചോ, വിളിച്ചോ, കുറത്തിന്നും എല്ലാം വിളിച്ചോ. നിനക്ക് ഇഷ്ടമുള്ള വിളിക്കും. നീ ജയിച്ച് ഞങ്ങള് നിനക്ക് ഗിഫ്റ്റ് തന്നു, നീ ജയിച്ചടി, അത്ര തന്നെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ കുട്ടീനെ ഉപദ്രവിക്കാനായിട്ട് നീ ഇനി ഇറങ്ങിയാല്, ഇനി ഞാൻ CWC-ക്കാരടുത്ത് പറഞ്ഞിട്ട് വന്നതാണ്, ഇതിൽ കൂടുതൽ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. 1 വട്ടം 2 വട്ടം ഞങ്ങൾ 3-4 ദിവസം ഞങ്ങളുടെ ടൈം മെനക്കെടുത്ത് ഇതിന്റെ പിന്നിൽ വന്നിട്ടും ഈ കുഞ്ഞിന് ഏർപ്പെട്ട ബുദ്ധിമുട്ടിനെതിരെ ആക്ഷൻ എടുക്കാത്തത് കഷ്ടമാണ്. ഈ പോലീസുകാർ, പള്ളിക്കെ പോലീസുകാർ അവിടെ ഉറങ്ങുകയാണോ ഇല്ലെന്ന് അറിയാൻ വയ്യ. എത്ര വട്ടം പറഞ്ഞു. അവൻ അങ്ങനെ രാത്രിയാകുമ്പോ മൊബൈൽ എടുക്കുക, നാട്ടുകാരെ തെറി വിളിക്കുക. ഇത് കേട്ട് അവസാനം ഇവനെ ഞങ്ങൾ കയറി കൈവയ്ക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. അതാണ് നടക്കാൻ പോകുന്നത്. ഓരോരുത്തരുടെ വീട്ടിൽ കയറി അതിന് പരാതി കൊണ്ട് കൊടുത്ത ആക്ഷൻ എടുക്കത്തില്ല. അവനെ വിളിച്ച് വിലക്കിയിട്ട് മാത്രം കാര്യമില്ല, പിടിച്ചതിനകത്ത് അങ്ങനെ ഇടയാണ് വേണ്ടത്. നിങ്ങൾ എല്ലാവരും കൂടെ ഫോൺ വിളിക്കുന്നതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. ഈ തള്ളേരെ ഒരൊറ്റ ഫോൺ വിളിയിലാണ് ചെപ്പീനായും രായമ്മയും ഇത്രയും കിടന്ന് കളിക്കുന്നത്. എന്റെ മോളെ കൈ കണ്ട എനിക്ക് അറിഞ്ഞൂടല്ലോ. കാറില് ബീന്റെ രായമേരെ മോളെ കൂടെ എന്റെ മോൾ ഇരിക്കുന്ന ഫോട്ടോ എന്റെ കയ്യിലുണ്ട്. എനിക്കൊരു കുട്ടി അയച്ചു തന്ന്, ട്രിവാൻഡ്രമുള്ള എന്റെ തള്ളയുണ്ട് ഇപ്പുറത്ത്. ഞാൻ എന്റെ കുടുംബക്കാരുടെ അടുത്ത് ചോദിക്കുകയാണ്, എന്റെ കുടുംബക്കാരെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കുട്ടീനെ ഞാൻ ഇത്രയും കാലം വളർത്തി, നിങ്ങൾ ആരെങ്കിലും എനിക്ക് 1 രൂപ തന്നിട്ടുണ്ടാ? നിങ്ങളിപ്പോ തിരുവനന്തപുരത്ത് ഇവളെയും കൊണ്ട് എന്റെ മോളെയും കൊണ്ട് കണ്ട ലോഡ്ജുകളിലും അവിടെയും കിടക്കുന്നവളെ കറങ്ങാൻ വേണ്ടിയിട്ടാണല്ലേ നിങ്ങൾ അവകാശം മേടിച്ചത്? ഞാൻ വരുന്നുണ്ട്, ഞാൻ ഇറങ്ങുന്നുണ്ട്, സമൂഹത്തിൽ ഞാൻ ഇറങ്ങുന്നുണ്ട്. ഷാൻ എന്താണ് ചെയ്തതെന്നും എങ്ങനെയാണ് ചെയ്തതെന്നും പല വീഡിയോസിലും പല അപമര്യാദയായ വേർഡ്സുകളും എന്റെ കൊച്ചിനെ കുറിച്ച് ഉപയോഗിച്ച് നിങ്ങളെ കാരണമാണ് എന്റെ ജീവിതം മൊത്തം ഇങ്ങനെ തൊലഞ്ഞത്. ഷാഹിദ എന്ന് പറയുന്ന സ്ത്രീയെ കാരണം ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറയാൻ കാരണം എന്ന് പറയുമ്പോൾ, ഇതുവരെ ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിലോ കയറാത്ത ഒരു കുട്ടിയാണ്. അവൾക്ക് എന്ത് ഇൻസിഡന്റ് ആണ് ഉണ്ടായത്? ബാലാവകാശ കമ്മീഷൻ ആണെങ്കിലും ഏത് കമ്മീഷൻ ആണെങ്കിലും എന്താണെങ്കിലും കുട്ടികൾ എന്റെ കൂടെ സുരക്ഷിതമാണ്. ഒന്നി പേഴ്സണലി അറിയണം ചെപ്പീനാക്ക്, അല്ലെങ്കിൽ രായ്മയ്ക്ക് അറിയണം. എന്റെ ജീവിതങ്ങളെ മൊത്തം തൊലച്ച് എന്നിലുള്ള എല്ലാം തട്ടിയെടുത്തു.
ഇനി എൻ്റെ ഉണ്ട്. ഈ വീടും പെരയുടെ മാത്രം എനിക്ക് തന്ന നടവഴിയുള്ളായിരുന്നു. ചെപ്പീനാരുടെയും രായമേരുടെയും കാറിൽ കയറാൻ നിങ്ങൾ ആരാണ്? ഷാഹിദ എന്റെ മകളെയും കൊണ്ട്. ഷാഹിദ എന്റെ ആരാണ്? ഷെഫീനയുടെ വീട്ടിൽ കയറി ആഭാസത്തരമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വെറുതെ ഇരിക്കുവോ? ഈ പറയുന്ന ആരായാലും വെറുതെ ഇരിക്കുവോ? മകൾ പോയ ദുഃഖത്തിലായിരിക്കാം ഈ മാതിരിയൊക്കെ കാണിച്ചു കൂട്ടുന്നത്. ശരിക്കും മകള് അവളുടെ ഇഷ്ടത്തിനാണ്, ഒരാൾ പറഞ്ഞ് നിർബന്ധിച്ച് കൊണ്ടുപോയതല്ല ആ കുട്ടിയെ. ആ കുട്ടിയുടെ അടുത്ത് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുന്ന പ്രായമൊന്നും അല്ലല്ലോ. ആ കുട്ടിക്ക് എന്താണോ മനസ്സിലുള്ളത് അതാണ് അവിടെ പഞ്ചായത്തിൽ പോയി പറയുകയും ഉമ്മയുടെ കൂടെ നിൽക്കണം, ഉമ്മിച്ചമ്മയുടെ കൂടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി പോയത്. അതിന് നെജിലയ്ക്ക് പ്രശ്നമില്ല, കുഴപ്പമില്ല എന്നൊക്കെ ചില സമയത്ത് വന്ന് പറയുന്ന കേൾക്കാം. എത്രയായാലും വിഷമം ഉണ്ടാകും എന്ന് എല്ലാവർക്കും അറിയാം. എന്ന് കരുതിയിട്ട് ഇങ്ങനെ വയലന്റ് ആയിട്ട് ഓരോന്നൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ അത് നെജിലയ്ക്ക് തന്നെയല്ലേ പ്രശ്നം. കുട്ടികളുടെ ഭാവി ഭദ്രമാക്കുക എന്നുള്ള CWCയുടെ തീരുമാനമാണ്. അവരെന്തായാലും അതിനെതിരെ ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞ് നോണ നീ പറയണ്ട. ഞങ്ങളുടെ മുന്നിലിരുന്നാണ് അദ്ദേഹം ഫോണ് വിളിച്ച് നിന്നോട് പറഞ്ഞത് ഇനി മേലിൽ കുട്ടിയുടെ കാര്യം പറഞ്ഞ് നീ വീഡിയോ ഇടാൻ പാടില്ലെന്ന്. അങ്ങനെയല്ലേ? ഇനി നീ ഇരുന്നോണ്ട് പറയരുത് ഒന്നും ചെയ്തില്ല, നിങ്ങൾ ചുട്ടുകാലിയും ചുട്ടുകാലിയൊക്കെ പോയിട്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കരുത്. ഞങ്ങളെ നേരിലിരുന്ന് ഞങ്ങളുടെ മുന്നിലിരുന്നാണ് അദ്ദേഹം നിന്നെ വിളിച്ചത്. നീ അനുസരിക്കാത്തതാണ്. നിനക്ക് ഒരു വ്യവസ്ഥയോടും ഒരു രീതിയിലുള്ള സംവിധാനത്തോടും നിനക്ക് ഒരു റെസ്പെക്ട് ഇല്ല. എന്റെ പെറ്റ തള്ളേരെടുത്തുമില്ല റെസ്പെക്ട്. നിന്റെ പെറ്റ തള്ളെ നീ തന്നെ വിളിക്കുന്ന തെറി കേട്ടാല് പടച്ചോ മുറുകത്തില്ല. ആലിമായിട്ടൊന്നും കാര്യമില്ലടി. മര്യാദ നാക്കിന് വരണം. ആ നാക്കിന് നിനക്ക് ആ മര്യാദ ഉണ്ടാ? ആ കുട്ടിയുടെ ലൈഫ് സെക്യൂർ ആക്കാൻ അതിനെ മറ്റൊരിടത്താക്കി. പിന്നെ ഇതിനകത്ത് ഒത്തിരി കളിച്ച ഞങ്ങളതൊന്ന് ഇനിഷ്യേറ്റീവ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ ഷാൻ എന്ന വ്യക്തി കുട്ടിയെ വളരെ മോശമായ രീതിയിൽ അവഹേളിച്ചിട്ടുണ്ട്. പിന്നെ അത് പറഞ്ഞൊരു വലിയ പ്രശ്നം ഉണ്ടാക്കണ്ട, അവനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരുത്തണ്ട എന്നുള്ളത് കൊണ്ടാണ് ആ മോളെ വെച്ച് തന്നെ പറയുന്നത്. കൈ മറച്ചു വെക്കുക കുട്ടീനെ, അതിനെ വെച്ച് തന്നെ പറയുന്നേ. ആ കുട്ടി അത്രത്തോളം പ്രയാസത്തിലാണുള്ളത്. അതിനായിട്ട് ഉപദ്രവിക്കാതിരിക്കുക. എടി നിനക്ക് പ്രാന്താണോ? ഒരു പെറ്റ തള്ളയാണോ നീ? മകള് പറയുന്നതിനേക്കാൾ വലുത് എന്തോ വേണം. ആ കുട്ടിയല്ലേ പറയണത്. ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സിനടുത്തായാലും ഈ വ്യൂവേഴ്സിനടുത്ത് പറയാനുള്ളത് ആ കുഞ്ഞ് തുറന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അവിടെ എന്താണ് അവർക്ക് സംഭവിച്ചതെന്ന്. ഇത് കേസാക്കാനും അതിന്റെ പിറകെ നൂലാമാല പിടിക്കാനും അതിന്റെ ഉമ്മച്ചിമ്മക്ക് പ്രായമായതാണ്. അവർക്ക് വയ്യ, അവർക്ക് സുഖമില്ലാത്ത സ്ത്രീയാണ്. ഇതിനെയും കൊണ്ട് കേസും പറഞ്ഞുകൊണ്ട് നടക്കാൻ താല്പര്യമില്ല. പക്ഷെ രാവിലെ മൊബൈലും എടുത്തോണ്ട് ഇറങ്ങുന്ന ഇവനെ നിയന്ത്രിക്കാൻ ആ നാട്ടുകാർ ഇനിഷ്യേറ്റീവ് എടുക്കണം. ആ പെൺകൊച്ചിന്റെ ജീവിതം ഒരു വല്ലാത്ത ബുദ്ധിമുട്ടിലാണുള്ളത്. നജിലയ്ക്ക് മാപ്പിളെ വേണമെങ്കിൽ നജില വീട്ടിനകത്ത് പൂട്ടി വെച്ചേക്കട്ടെ, ബാക്കിയുള്ളവരുടെ നെഞ്ചത്തോട്ട് കയറ്റിയല്ല വേണ്ടത്. എന്താ മോള് പറഞ്ഞോ ഇല്ലയോ? ഞാൻ പറഞ്ഞ മാത്രമാണ് ഒന്നും പ്രശ്നമില്ല. നിങ്ങൾ ഏത് ബാലാവകാശ കമ്മീഷനിലെ എവിടെ കൊണ്ടുതരാ. പക്ഷെ രായമേനെ ചെപ്പീനായും തള്ളെ നീ കൂട്ടുപിടിക്കുന്ന എന്തിന്? കാരണം നീ പിഴയായതുകൊണ്ട് നിനക്ക് പിഴച്ചികളെ കിട്ടോളൂ. നീ പിഴയായോണ്ട്. ഞാന് ജന്മം നൽകിയ മകളാണ്. എനിക്ക് നിന്നിലൊരു ബന്ധം ഇല്ലെങ്കിൽ പിന്നെ എന്റെ മോളിൽ എന്താണ് ബന്ധം? റഹീമിന്റെ മകളാണെന്ന് എവിടെ തെളിവുണ്ട്? ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലേ ഉള്ളു. നീ തന്നെ കഴിഞ്ഞ വോയിസിൽ പറയുന്നുണ്ട് ഞാൻ കുറേമാരുടെ ലോഡ്ജിൽ പോയിട്ടുണ്ടെന്ന്. അങ്ങനെ ഉണ്ടാക്കിയതാണെങ്കിലാ ഞാൻ അവളാ. അവള് എങ്ങടോ ഇല്ലാതെ കിടക്കുന്നോളടുത്ത് കൊണ്ട് കേറണ് തള്ളാച്ചി. എന്തായാലും ഞാൻ ഒരു ഭർത്താവിരുന്നപ്പോ വേറൊരു തന്നെ ഞാൻ പിടിക്കാൻ പോയിട്ടില്ല. നീ എടുത്തോ അവളാ. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ മെസ്സേജ് അയപ്പിച്ച് എന്റെ ഷാന്റെ ഫോണിലേക്കുമ്പോ ഷാൻ തിരിച്ചയക്കുമെന്ന് വിചാരിച്ചാ, അല്ലെങ്കിൽ ഷാൻ എന്തെങ്കിലും അവളടുത്ത് പറയുമെന്ന് വിചാരിച്ചാ, 2 ഫോൺ കൈകാര്യം ചെയ്യുന്ന ഞാനാണ് വിചാരിച്ചാ നീ. നിനക്കിനിയിപ്പോ ബാക്കി നീ എല്ലാരടുത്തും പറഞ്ഞു ബാക്കി കുറച്ചും കൂടെ ഉണ്ട്. നിനക്ക് തരാൻ ഞാൻ കുറച്ചും കൂടെ ബാക്കി. കേട്ടാ? നൗഫലും അവനൊന്നും ഇല്ലേ, മിസ്സബൊന്നും ഇല്ലേ അവിടെ? ഈ തള്ളേനെ അടിച്ചു ഒതുക്കായി. എനിക്ക് വേണ്ട അവളാ. പിന്നെ എന്റെ മോളെ എന്തിനുകൊണ്ട് കിടക്കണം നീ? അവളെ മുഖത്തെ കള്ളത്തരം കാണുള്ളൂ. കുനിഞ്ഞു നോക്കി നടന്നു പോവുള്ളൂ. 11 മണിക്ക് എനിക്ക് മെസ്സേജ് ഇട്ടേക്കണ് നിന്റെ ആരുമല്ല ഞാനെന്ന്. ഇത്രയും കാലം ആരടി വളർത്തിയ നിന്നെ? ഇത്രയും കാലം ആര് വളർത്തി? നീ എന്നെ ഒരു ഭർത്താവിന്റെ കൂടെ പോലും നീ ജീവിക്കാൻ സമ്മതിച്ചില്ല. എന്നെ ആദ്യ രാത്രി പോലും നീ കഥവ് കയറി അടച്ചപ്പെടുന്ന സമയത്ത് പറയണ് എന്താണ് ഇപ്പഴേ കയറി മാപ്പിളയുടെ ഉറങ്ങാൻ പോണാന്ന്. ഈ സ്ത്രീ എന്റെ അടുത്ത് ചോദിച്ചതാണ്. ഒരു ഭർത്താവിന്റെ കൂടെ പോലും ഒരു പുറത്തു പോലും എന്നെ പോവാൻ സമ്മതിക്കൂല. എവിടെ എത്തി? ഷംസിനെ കല്ലുമണ്ണും വാരി എറിഞ്ഞു പ്രസവിച്ചിടുന്ന സമയത്ത് രാത്രിയേക്ക്. ഷാൻ അതുപോലെ ഓട്ടിക്കാന്ന് വിചാരിക്കുന്നു. നീ റഹീമിനെ എടുക്കണമെങ്കിൽ നീ എടുത്തോ ഷാഹിദ. നിനക്കാണ് പറ്റിയത് റഹീം, എനിക്കല്ല. നീ ഇനി മോളെയും കൊണ്ട് നീ അവകാശം മേടിച്ചു. കുടുംബ ജീവിതം രേണു സുധീന്റെ മകനെ പിരിച്ചു.
ഇതുപോലെ ഈ ചെപ്പീനാക്ക് എന്തൊരു കാര്യം ഇതിനകത്ത്? എടി നിന്റെ മോൻ എന്തെങ്കിലും പെണ്ണ് കിട്ടാത്ത കാരണം ഇതാണെടി നിന്റെ ഓരോ തള്ളമാരെ പ്രാക്ക്. പെണ്ണ് കിട്ടുന്ന നിന്റെ മോൻ മൂക്ക് പല്ലി മുടച്ചും 10-31 വയസ്സായിട്ട്. എന്റെ തള്ളക്ക് 51 വയസ്സിൽ എന്താ കുഴപ്പമാണ് തള്ള? ആമക്കള് പറയണ കേൾക്കണ 2 വസ്തുവും ജപ്തിയായി കിടക്കണ്. തള്ളക്ക് അതൊന്നും തീർക്കാൻ നേരമില്ല. കണ്ട അവരാധികളൂടെ അങ്ങ് നടക്കുകയാണ് നേരം വെളുത്തോട്ട് കാറില്. മകൾക്ക് നിന്റെ കൂടെ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്റെ പ്രവൃത്തി ദോഷം കൊണ്ട് മാത്രമായിരിക്കും. വീണ്ടും വീണ്ടും പബ്ലിക്കിൽ വന്ന് ഇങ്ങനെ ആഭാസത്തരമൊക്കെ കാട്ടിക്കൂട്ടിയാല് അത് നിനക്ക് തന്നെയാണ് ദോഷം. അത്